റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് സർക്കാർ നൽകാനുള്ളത് കോടികൾ. സിവിൽ സപ്ലൈസ് വകുപ്പ് 3 മാസത്തെ കുടിശ്ശിക ഇനത്തിൽ കരാറുകാർക്ക് നൽകാനുള്ളത് 70 കോടി രൂപയാണ്. പണം ലഭിക്കാതെ വന്നതോടെ കരാറുകാരുടെ പ്രവർത്തനങ്ങൾ മെല്ലെപ്പോക്കാണെന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നു. സാധനങ്ങളെല്ലാം കൃത്യമായി തന്നെ എത്തിച്ചു നൽകി. എന്നാൽ തങ്ങൾക്ക് തരാനുള്ള പണത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് ഒരു കരുതലുമില്ലെന്ന് റേഷൻ കടകളിൽ അരി അടക്കമുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന കരാറുകാർ പറയുന്നു. കുടിശ്ശിക പണം നൽകാതെ വന്നതോടെ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്നത് തോന്നിയ പോലെയാണെന്നും റേഷൻ വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കരാറുകാർ പ്രതിഷേധത്തിനിറങ്ങിയാൽ റേഷൻ കടകളുടെ പ്രവർത്തനങ്ങളെ തന്നെ പ്രതികൂലമായി ബാധിക്കും. നാഷണൽ ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം കരാർ നേടിയവരാണ് റേഷൻ കടകളിൽ അരി അടക്കമുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകുന്നത്. പണം കിട്ടാതെ വന്നതോടെ ലോറി വാടകയ്ക്കടക്കമുള്ള പണം വായ്പയിലൂടെയാണ് കരാറുകാർ കണ്ടെത്തുന്നത്. കുടിശ്ശിക തുക ലഭിക്കുന്നതിനനുസരിച്ച് വാതിൽപ്പടി സേവനങ്ങൾ തുടരുവെന്ന് കരാറുകാർ വ്യക്തമാക്കുന്നു. മാർച്ചിൽ തന്ത്രപരമായി കൂടുതൽ ലോഡ് വകുപ്പെടുപ്പിച്ചിരുന്നു. ഇത് ക്രിസ്തുമസ്, ഈസ്റ്റർ പ്രമാണിച്ചാണെന്ന് സംശയമുണ്ടെന്ന് കരാറുകാർ ആരോപിക്കുന്നു. സംസ്ഥാനത്തൊട്ടാകെ 45ഓളം കരാറുകാരാണുള്ളത്. ഇവർക്ക് ജനുവരി മുതലുള്ള തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത്. പലതവണ സപ്ലൈകോ CMDക്കും ഭക്ഷ്യവകുപ്പ് അധികൃതർക്കും നിവേദനം നൽകിയിട്ടുണ്ടെന്നും അനുകൂല നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, നമ്മൾ ആശാപ്രവർത്തകരുടെ സമരം കണ്ടുകൊണ്ടിരിക്കുന്നു. സർക്കാരിനോട് ആവശ്യങ്ങൾ അവരുന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ അംഗനവാടി പ്രവർത്തകരുടെ സമരം കണ്ടു. ഇപ്പോൾ CPO ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്നു. ഇനി കാണാനിരിക്കുന്ന സമരം ഈ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടേതായിരിക്കുമോ? കാളിദാസ്, പരാതികളും പരിഭവങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള റേഷൻ വ്യാപാര മേഖല. അല്പനാൾ മുൻപ് വരെ ഈ റേഷൻ വ്യാപാരികൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു. അവർക്ക് വർഷങ്ങളായിട്ടുള്ള സാധനങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതായത് പ്രളയ കാലഘട്ടത്തിൽ പോലും വിതരണം ചെയ്ത സാധനങ്ങളുടെ കമ്മീഷൻ നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അവരുടെ വലിയൊരു പ്രതിഷേധം. മാസങ്ങൾ നീണ്ടുനിന്ന പ്രതിഷേധമായിരുന്നു. എന്തായാലും ആ പ്രതിഷേധങ്ങൾ ഒന്ന് ശമിച്ചു വരുമ്പോഴത്തേന് ഈ റേഷൻ കടകളിൽ അരിയടക്കമുള്ള അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന കരാറുകാർ മറ്റൊരു പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അവർക്ക് ജനുവരി മുതൽ, അതായത് കഴിഞ്ഞ 3 മാസത്തെ ഈ സാധനങ്ങൾ എത്തിച്ചു നൽകിയതിന്റെ പണം, അതിന്റെ മേലുള്ള പണം ഇതുവരെ ഈ സിവിൽ സപ്ലൈസിൽ നിന്നും അതുപോലെ സംസ്ഥാന സർക്കാരിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ കരാറുകാരുടെ ആരോപണം. അതായത് 3 മാസത്തെ തുകയായ 70 കോടി രൂപയിലധികം ഇവർക്ക് ലഭിക്കാനുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതായത് നാഷണൽ ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം കരാർ എടുത്തിട്ടുള്ളത് 45 കരാറുകാരാണ് നമ്മുടെ സംസ്ഥാനത്ത്. റേഷൻ കടകളിൽ, വിവിധ റേഷൻ കടകളിലേക്ക് FCIയിൽ നിന്ന് സാധനങ്ങൾ എത്തിച്ചു നൽകുന്നത് 45 കരാറുകാരാണ്. ഇവർക്ക് കഴിഞ്ഞ 3 മാസത്തെ സാധനങ്ങൾ എത്തിച്ചത് വകയിലുള്ള 70 കോടി രൂപ വിതരണം ചെയ്യാനുണ്ടെന്നും അതേപോലെ തന്നെ ഇവർക്ക് വാഹനങ്ങൾ, ലോറികൾ അടക്കം വാടകയ്ക്കെടുത്ത് ഇപ്പോൾ സാധനങ്ങൾ എത്തിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ആരോപണവും ഈ റേഷൻ വ്യാപാരികൾ ഈ റേഷൻ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന കരാറുകാർ പറയുന്നു. തുടർച്ചയായിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകണം. അതിന് വലിയ രീതിയിലുള്ള വാഹന സൗകര്യം, ലോറി സൗകര്യം ആവശ്യമാണ്. അതിന് ഭീമമായിട്ടുള്ള ഒരു തുക തങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. ആ തുക കണ്ടെത്താൻ ബാങ്കുകളെ സമീപിക്കേണ്ട ഗതികേടിലേക്ക് തങ്ങൾ മാറിയെന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റേഷൻ സിവിൽ സപ്ലൈസ് CMDക്കും അതേപോലെ ഭക്ഷ്യ വകുപ്പ് അടക്കം ഇവർ നിരവധി പരാതികൾ നൽകിയെങ്കിലും ഒന്ന് കേൾക്കാൻ പോലും, തങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ പോലും ഈ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റോ അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരോ തയ്യാറായിട്ടില്ലെന്നൊരു ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് കൃത്യമായിട്ട് പണം നൽകാതായതോടുകൂടി റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിൽ മെല്ലെപ്പോക്ക് ഒച്ചിഴയും വേഗത്തിലാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് കൃത്യമായിട്ട് റേഷൻ കടകളിൽ സാധനമില്ലാതെ വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പ്രതിഷേധമുയർത്തും. ആ ആരോപണങ്ങളെല്ലാം ഈ റേഷൻ വ്യാപാരികൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരെ നിലവിലുണ്ട്. പല റേഷൻ കടകളിലും ആവശ്യത്തിന് സാധനങ്ങളില്ല, അരിയില്ല, പഞ്ചസാരയില്ല, ഇങ്ങനെയുള്ള വലിയ വലിയ വിഷയങ്ങളുണ്ട്. അതായത് റേഷൻ കടകളിലേക്ക് മാസാവസാനം അടക്കം നിരവധി ആളുകളാണ് എത്തുന്നത്. എന്നാൽ ഈ കരാറുകാർ കൃത്യമായിട്ട് സാധനങ്ങൾ എത്തിച്ച് വാതിൽപ്പടി സേവനം നൽകാത്തതോടുകൂടി തങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്നുള്ളൊരു ചോദ്യമാണ് റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്നത്. എന്തായാലും വിഷു അടുത്തിരിക്കുന്നു, അതേപോലെ തന്നെ ഈസ്റ്റർ പടിവാതിക്കൽ എത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായ ജനങ്ങളെല്ലാം റേഷൻ കടയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള സാധന വിതരണത്തിന് തടസ്സമുണ്ടാകുമോ എന്നൊരു ആശങ്കയും നമ്മുടെ റേഷൻ വ്യാപാര മേഖലയിലുള്ള റേഷൻ വ്യാപാരികൾ തന്നെ ആലോചിക്കുകയാണ്. എന്തായാലും ഇതിന് അടിയന്തരമായിട്ടൊരു പരിഹാരം കാണണമെന്നാണ് സർക്കാരിനോട് റേഷൻ വ്യാപാരികളും ഒപ്പം
ഈ റേഷൻ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന കരാറുകാരും ആവശ്യപ്പെട്ടിരിക്കുന്നത് തങ്ങൾക്ക് പണം കിട്ടിയില്ലെങ്കിൽ സമരമടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളൊരു മുന്നറിയിപ്പും സിവിൽ സപ്ലൈസിനും ഒപ്പം സംസ്ഥാന സർക്കാരിനും ഈ കരാറുകാർ നൽകിയിട്ടുണ്ട്. കാളിദാസ്.